ഒന്നിലേറെ വ്യാഖ്യാനങ്ങളുള്ള ഇതിഹാസമാണ് രാമായണം. അതിലൊന്നാണ് വടക്കൻ മലബാറിൽ മാത്രം പ്രചാരത്തിലുള്ള മാപ്പിള രാമായണം. പണ്ട് വാമൊഴിയായി പാടിയിരുന്ന മാപ്പിള രാമായണം പിന്നീട് മലബാറിന്റെ കാവ്യമായി മാറി. ഇത് രണ്ട് മതങ്ങളുടെ കൂടിച്ചേരലിന്റെ കൂടി കഥയാണ്. കർക്കടക പെയ്ത്തിനൊപ്പം ഇശലുകളിൽ തീർത്ത മാപ്പിള രാമായണം മലബാറിന്റെ രാമകഥയ്ക്ക് മൊഞ്ചിത്തിരി കൂടുതലാണ്. രാമായണത്തെക്കുറിച്ചുള്ള പ്രാദേശിക വിവരണമാണ് മാപ്പിള രാമായണം. രാമായണത്തിന്റെ ഏറ്റവും രസകരമായ പ്രാദേശിക വകഭേദം. വ്യത്യസ്തമായ ആഖ്യാന ശൈലിയും മാപ്പിള പശ്ചാത്തലത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഓരോ വരിയും. നർമ്മത്തോടൊപ്പം കഥ പറച്ചിലിലെ ലാളിത്യവും മാപ്പിള രാമായണത്തിന്റെ പ്രത്യേകതയാണ്. വടക്കൻ മലബാറിലെ മാപ്പിളമാരുടെ ജീവിത പരിസരമാണ് മാപ്പിള രാമായണത്തിന്റെ പ്രമേയം. മലബാറിലെ മാപ്പിളമാർക്കിടയിൽ മാത്രം വാമൊഴിയായി പ്രചാരത്തിലുണ്ടായിരുന്ന ഈ രാമായണം പിന്നീട് മലബാറിന്റെ കാവ്യമായി മാറി. ടി.എച്ച്. കുഞ്ഞിരാമൻ നമ്പ്യാരാണ് ഇത് പാടി ആളുകളിലേക്ക് എത്തിച്ചത്. പണ്ട് അത് കരശ്ശേരി മാഷ് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ശേഖരിച്ച് പുള്ളി അത് ഫോക്ലോർ അക്കാഡമിയിൽ വന്നു. അങ്ങനെ ഇവരിങ്ങനെ പിന്നെ ഇതിൻ്റെ പിറകെ നടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ കേട്ട് വരുന്ന രാമായണം മാപ്പിള രാമായണം എത്തിച്ചത്. പായസം കുടിച്ച് 3-4 പറ്റ പാട്ട്, 4ലും മൂത്തുള്ള ലാമൻ വേലു കൂട്ടും പാട്ട്. മാപ്പിള രാമായണത്തിൽ വാത്മീകി താടിക്കാരൻ ഔലിയും രാമൻ ലാമനും സീത രാമന്റെ ബീഡരുമാകുന്നു. വടക്കൻ പാട്ടുകളുടെ കുലപതി ടി.എച്ച്. കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് നൊസ് ഹാസൻ എന്ന നാടോടിയിൽ നിന്ന് വാമൊഴിയായി പകർന്നു കിട്ടിയതാണ് മാപ്പിള രാമായണം. പിന്നീട് അത് ജാതി മത ഭേദമന്യേ മലബാറുകാർ ഏറ്റുപാടി. ഇന്ന് മാപ്പിള രാമായണത്തെക്കുറിച്ച് മാത്രം പഠനം നടത്തുന്നവരും ഏറെയാണ്. മലയും കേറി കിഞ്ഞരക്കോ വന്ദരി സുന്ദരി രാവണന്റെ രാമന്റെയും സീതയുടെയും രാവണന്റെയും മാത്രം കഥയല്ല, സഹവർത്തിത്വത്തോടെ ജീവിച്ചിരുന്ന 2 സമുദായങ്ങളുടെ കൂടിച്ചേരലിന്റെ കൂടി കഥയാണ് മാപ്പിള രാമായണം. സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾ ഉൾച്ചേർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് മാപ്പിള രാമായണത്തിന്റെ പ്രത്യേകത. എം. എൻ. നിതീഷിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.